ഈ പ്രകൃതി ദുരന്തം നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ള ദുരന്തങ്ങൾ വളരെ വലുതാണെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ ഒരുപാട് നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ച കൂട്ടത്തിൽ മാത്യുമാഷിൻ്റെ ധീരമരണം നമുക്ക് വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും നിങ്ങളൊക്കെ അനുഭവിക്കുന്ന ദുഃഖം വളരെ വലുതാണ്. പക്ഷെ ഞാൻ ഈ ദുരന്തമുഖത്ത് നല്ല സമ്പ്രദായക്കാരനായിട്ട് കാണുന്ന മാത്യുമാഷിനെയാണ്. മാത്യുമാഷ് ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഈ ദുരന്തത്തിൻ്റെ ആളപായം പരമാവധി കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞത്. എല്ലാവരെയും അറിയിച്ച് എല്ലാവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ച് എല്ലാവർക്കും സുരക്ഷിതത്വം കൊടുക്കുന്ന നോഹയുടെ പേടകം പോലെ അദ്ദേഹം പ്രവർത്തിച്ചു. ആ നോഹയുടെ പേടകത്തിലെ അവസാനം അദ്ദേഹം ദൈവത്തിൻ്റെ പക്കലേക്ക് ചേർക്കപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഇവിടെ സ്ഥാപിച്ച ഒരു മഴവില്ലുണ്ട്. ആ മഴവില്ലുണ്ടല്ലോ, അത് സമാധാനത്തിൻ്റെ മഴവില്ലാണ്. മാത്യുമാഷ് ഈ പ്രദേശത്ത് ജനങ്ങളുടെ ദുരന്തങ്ങളുടെ നടുവിൽ നല്ല സമ്പ്രദായക്കാരനെ പോലെ ഓടി നടന്നു. അവസാനം അദ്ദേഹം ദാരുണമായിട്ട് മരിച്ചു, ദൈവത്തിലോട്ട് ചേർക്കപ്പെട്ടു. പക്ഷെ അദ്ദേഹം മരിക്കുമ്പോൾ നിങ്ങൾ ആകാശത്ത് നോക്കിയാൽ ഒരു മഴവില്ല് കാണും. ആ മഴവില്ല് അദ്ദേഹത്തിൻ്റെ നന്മയുടെ മഴവില്ലാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് സുറ മലബാർ സഭയുടെ ഈ ധീരപുത്രൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരുപാട് ആദരവോടുകൂടെ സഭ ഒന്നടങ്കം ശിരസ്മരിച്ച് അഭിവാദനങ്ങളും ആദരാഞ്ജലികളും അർപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ മെത്രാൻ സമിതി 100 വീടുകൾ പണിതു കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സർവ്വ സമാഹരണങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം പേര് ഔദാര്യത്തോടുകൂടെ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അത് സഭ തന്നെ നേരിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഏജൻസികളെയും നമ്മളത് ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് തന്നെ ഒരുപാട് സാമൂഹ്യ സംവിധാനങ്ങളുണ്ട്, സന്നദ്ധ ശുശ്രൂഷ സംഘങ്ങളുടെ സംവിധാനങ്ങളുണ്ട്. അതിലൂടെ അത് ചെയ്യാൻ നമുക്ക് കഴിയുമെന്ന് കരുതുന്നു. ഗവൺമെൻറ്റിൻ്റെ സഹകരണവും സന്നദ്ധ സംഘടനകളുടെ ഔദാര്യമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ഭവന നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ, പുനരുദ്ധാരണ പ്രവർത്തനത്തിൽ സഭ കൊടുക്കുന്ന ഈ കരം കൊടുക്കൽ സഭയുടെ നേതൃത്വത്തിൽ അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏറ്റവും അർഹിക്കുന്നവരായിട്ട് എല്ലാവരെയും സഹായിക്കാനാണ് പരിശ്രമിക്കുന്നത്. ഞാൻ വികാരിച്ചതോടും ഇവിടുത്തെ യുവാക്കളോടും നിങ്ങളോടൊക്കെ ഒരുപാട് സന്മനസ്സോടുകൂടി നന്ദി പറയുന്നു. ഞാൻ ആളുകൾക്ക് കേട്ടതാണ്, ഈ ദുരന്തത്തെക്കുറിച്ചുള്ള സൂചന കിട്ടിയപ്പോഴും നിങ്ങൾ എല്ലാവരും മുൻകരുതലെടുത്തു. ആ മുൻകരുതലുകൊണ്ട് പലപ്പോഴും സംഭവിക്കേണ്ടിയിരുന്ന പല ആളപായങ്ങളും സംഭവിക്കാതെ നിങ്ങൾക്ക് കുറേ കൂടെ, അതായത് ദുരന്തങ്ങളുടെ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ആളപായത്തിൻ്റെ കാര്യത്തിൽ ഒരാൾ മാത്രമേ കൊടുക്കുന്നു. നമുക്ക് നഷ്ടപ്പെട്ടു, ബാക്കിയൊന്നും നഷ്ടപ്പെട്ട്, കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടൊക്കെ നട്ടെല്ല് മുറിഞ്ഞ് പണിയെടുത്ത് ഈ പ്രദേശത്തെ മുഴുവൻ പറുദീസയാക്കി മാറ്റിയതെല്ലാം നഷ്ടപ്പെട്ട കുറേ മനുഷ്യരുണ്ട്. അവരോടൊക്കെ സഭയ്ക്കുള്ള വലിയ ഐക്യദാർഢ്യം, വലിയ മനസ്സിൻ്റെ പൊരുത്തം ഞാൻ അറിയിക്കുന്നു. നിങ്ങളൊരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ദുഃഖം നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ നഷ്ടം നിങ്ങളുടെ മാത്രമല്ല. അതിൽ നമുക്കെല്ലാവർക്കും കൂട്ടുപങ്കാളിത്തമുണ്ട്. കുടുംബത്തിൻ്റെ മാനസിക അടുപ്പവും ഞാൻ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അച്ഛനോടും കൈക്കാരന്മാരോടും കന്യാസ്ത്രീകളോടും ഇവിടുത്തെ എല്ലാ സർവ്വ മനുഷ്യരോടും, നാനാജാതി മതസ്ഥരായ സർവ്വ മനുഷ്യരോടും ഒരുപാട് സ്നേഹത്തോടുകൂടെ എൻ്റെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട്, സഭയുടെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ,
ഞങ്ങൾ ഒന്നിച്ചുകൂടിയിരിക്കുന്നു. ഈ നാടിനെ നടുക്കിയ വലിയ ദുരന്തം, കർത്താവ്, ഈ ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, വീരമൃത്യു വരിച്ച ഞങ്ങളുടെ മാറ്റുസാർ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും നീ ഞങ്ങളെ കൈവിടില്ലെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അഭിയങ്ങറെ മേജിയസ് പിതാവിനെയും വികാരിച്ചനെയും ഇവിടുത്തെ എല്ലാ വൈദികരെയും ഞങ്ങൾ നടന്ന എല്ലാ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെയും നീ ബലപ്പെടുത്തണേ. എന്തിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ കർത്താവെ നീ കൂട്ടിച്ചേർത്ത് ഞങ്ങൾ സഹായിക്കണേ. സർവസന്മനസ്സുള്ളവരുടെയും സഹായത്തോടുകൂടി ഞങ്ങൾ നിന്റെ ദൗത്യം തുടരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം പുനരുദ്ധരിക്കാനുള്ള പരിശ്രമങ്ങളെ നീ കരുണാപുരം കടാക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമി ഞങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ മധ്യസ്ഥയാകണേ. നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട്, നിങ്ങളുടെ കുടുംബങ്ങളോടും ഈ നാടിനോടും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടും നിങ്ങളുടെ എല്ലാ പുനരുദ്ധാരണ പ്രവർത്തനവും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആവേ 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 മരിയ ആവേ